ഒരു അമ്പലത്തിലേക്ക് കേറുന്ന കോലമാണല്ലേ ഇത്. അത് കളറായില്ലേ പറ്റിച്ചതാ. ഗൈസ് അപ്പൊ നമ്മളിത് കൂർഗിലെ ടിബറ്റൻ ഗൈസ് അപ്പൊ നമ്മളിത് കൂർഗിലെ എന്താ ഗോൾഡൻ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ വീഡിയോയിലും പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. നമ്മളെ മെയിൻ ഹൈലൈറ്റ് ഇത് ഇന്നത്തെ മെയിൻ പോയിന്റ് ഇതായിരുന്നു, സ്പോട്ട് കാണണമെന്നുള്ളത്. അപ്പൊ അതെ നമ്മളിവിടെ എത്തി. എല്ലാരും ഒരു ഉറക്കച്ചടയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കുറച്ചൊരു ക്ഷീണം പരിപാടി കൂടി. ഇവരെല്ലാം കുറെ അവിടെ നിന്ന് കയറിയിട്ട് ഇവിടം വരെ ഉറങ്ങായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ലാസ്റ്റ് സ്പോട്ടിൽ നിന്ന് എന്തെന്ന് രാജ സീറ്റിന്ന് ഇവിടം വരെ കിടന്ന് ഉറങ്ങിയായിരുന്നാണ്. ഒരു അമ്പലത്തിലേക്ക് കേറുന്ന കോലമാണല്ലേ ഇത്. അച്ചായന്മാരല്ല. അപ്പൊ ഗൈസ് ഗോൾഡൻ ടെമ്പിളിന്റെ മുന്നിൽ എത്തിയിട്ടോ നമ്മള്. ഇനി അങ്ങോട്ട് കയറുന്നു. എല്ലാവരും രാവിലെ 10:30 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും ഒന്ന് ക്ഷീണം പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഏതെങ്കിലും സ്പോട്ട് കിട്ടി അവിടെ നിന്ന് കുളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുളിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ കുളിക്കാലോ. അതെ ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഭാഗം. ആ ഡ്രീം ക്യാച്ചർ അതെന്താ സ്പെഷ്യലാണ്. ഇതേ ഒഴിഞ്ഞൊരു മൈതാനം പോലെ ഇങ്ങനെ കിടക്കുന്നേട്ടാ. മൊത്തം കടകളും ഇതൊക്കെയാണ് ഇവിടെ. നമ്മുടെ നാട്ടിലൊരു സെറ്റപ്പ് പോലെ അല്ല. ഇതൊക്കെ എന്താ വെച്ചാ മറ്റേ ആനിമേ പരിപാടിയാണ്. ഓ അത് നാട്ടിൽ കിട്ടുമല്ലോ വെച്ചാ. അത് കളറായില്ലേ പറ്റിച്ചതാണ്. കളർഫുൾ അല്ലേ മൊത്തത്തില്. ആര് ചൈനീസ് എന്താ എനിക്കറിഞ്ഞൂടെ. ഏതോ ലാംഗ്വേജ് വെച്ചാ. ഗൈസ് ഇതിന്റെ ഈ ഒരു കോമ്പൗണ്ടിലൊക്കെ വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ പലരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് ആയിരിക്കാം അലൗഡ് അല്ലാത്ത. ആ കാണുന്ന ആയിരിക്കാം, ആ പുള്ളി ആയിരിക്കാം ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ സ്ഥാപകനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. നമുക്ക് അറിഞ്ഞൂടാ, ചരിത്രവും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം. ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഗോൾഡൻ ടെമ്പിൾ. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. നമുക്ക് അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ ഇത് മൊത്തം ഒരു കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഭയങ്കര വലിയ ഒച്ചപ്പാട് ഉപകളോ സൈലൻ്റാണ് മൊത്തം. എന്താ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കിളികളുടെയൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ശബ്ദങ്ങളും ഇതൊക്കെ തന്നെ. മൊത്തത്തിൽ കൊള്ളാം ഗൈസ്.
അപ്പൊ ഗൈസ് നമ്മളിത് ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയത് വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കണം അടുത്ത സ്പോട്ട്. ഇനി എങ്ങോട്ടാ അനീഷ? അടുത്ത എങ്ങോട്ട് നമ്മൾ പോകുന്നേ? എങ്ങോട്ട് പോകുന്നേ? അടുത്ത ഞങ്ങൾ എങ്ങോട്ടേലൊക്കെ പോകുന്നു ഗൈസ്. ഇപ്പൊ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി പുതിയൊരു സ്പോട്ട് തപ്പിട്ട് ഇവിടെ മൊത്തമില്ല മലയാളികളാണ് കൂടുതലും. ഇവിടെ വരുന്ന മലയാളികളാണ്, സ്കൂൾ പിള്ളേരാണെങ്കിലും ഒക്കെ കുറെ മലയാളികളുണ്ട്. അപ്പൊ ഏതായാലും ഗൈസ് ഈ വീഡിയോ നമ്മൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. മച്ചാനായിരുന്നു ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ഇട്ടാ. അവരെയൊക്കെ കിടിലൻ കോസ്റ്റ്യൂം ഇട്ടിട്ടായിരുന്നു മച്ചാനായത്. അവരെ ശ്രദ്ധിക്കുന്നതിനൊക്കെ കൂടുതൽ ആളുകൾ മച്ചാനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ കോളനി ട്രഡീഷണൽ. എവിടെ പോയാലും നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്, നാട്ടും പുറത്ത് ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ അതേ അവരുടെ നിയമങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നിയമങ്ങൾ അവര് ഫോളോ ചെയ്യുന്ന രീതിയിൽ വട്ടത്തിട്ട് അപ്പൊ ഗൈസ് നമ്മളിത് എന്താ ആ സ്ഥലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ അതായത് ഇപ്പുറത്ത് എന്താ സ്ഥലത്തിന്റെ പേരെന്താ അറിഞ്ഞൂടാ. അനീഷ് കൊണ്ടെന്നാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം മാപ്പിലൊക്കെ നോക്കിയിട്ട് ഒരു വെള്ളച്ചാട്ടം നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടാ. കിഡിലായിരുന്നു വൈസ്, കിഡില എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ നമ്മളതിന്റെ മേലെ കൂടെ പോയിട്ട് കാണിച്ചു തരാം ശരിക്കും വിഷ്വല്. മേലെ കൂടെ പോയിട്ട് അതിലൂടെ കുളിച്ച് അതായത് ഇറങ്ങിയിട്ട് ഇതിന് താഴെ ഒന്ന് കുളിച്ച് കുറച്ച് അഡ്വഞ്ചർ ആയിരുന്നു പരിപാടി. പക്ഷെ മൊത്തത്തിൽ നൈസ് ആയിരുന്നു. നമ്മളെ അതായത് ഞാനിതുവരെ ഇങ്ങനെ അങ്ങനെ ഒരു സ്പോട്ടില്ലേ അതായത് ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ടൊന്നും കുളിച്ചിട്ടില്ല. കുറച്ച് വഴുക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ നൈസ് ആയിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിലാണ്ടോ ഞങ്ങളിന്ന് കുളിച്ച്. ഇതിങ്ങനെ കാണുന്ന പോലെയല്ലേ കഴിച്ചത്. ഇത് അതിന് താഴേക്ക് അതെ ആ ഒരു ഭാഗത്തൊക്കെ എവിടൊക്കെയാണ് ഞങ്ങൾ പോയി നിന്നിരുന്നത്. അവിടെയൊക്കെ പോയി നിൽക്കുമ്പില്ല നമ്മളെ കാണുന്ന പോലുമില്ല. അതിനപ്പുറത്ത് മൊത്തം മറിഞ്ഞിക്കാൻ വരെ പറ്റും അല്ല മച്ചാ. വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതിന്റെ മുകളിൽ നിന്ന് കൊറേ അട്ടയും കടിച്ച് അതിന്റെ മേലെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞ ചെറിയ ഹൈറ്റ് ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്റെ മോൻ ഗൈസ് ഞെട്ടി തരിച്ചു പോയി ഗൈസ്. അനീസ് പേടിപ്പിച്ചാ തുറന്നടാ. ഇവിടെ നാണുണ്ടോടാ ഒരുത്തരും ഇവിടെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊടുക്കുമ്പോ ഓണടിച്ച് പേടിപ്പിക്കാം. ഇങ്ങനെ പേടിക്കാതടാ മച്ചാ. എന്താണ് മച്ചാ? ഓ ഒറ്റക്ക് ഷഡ്ഡി കഴുകാണല്ലേ മച്ചാനവിടെ മച്ചാന്റെ ഡ്രസ്സെല്ലാം കഴുകുന്നു. ഇത് നൈസായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം. ഇത് ഇങ്ങനെ പോയി അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല വെള്ളമായിരുന്നു, ശുദ്ധമായ ജലം. ഇവിടെ പല ആളുകളും വന്നിട്ട് അപ്പഴേ നമ്മളാ വന്ന സമയത്തും കുറെ ആളുകളൊക്കെ വന്നിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പത്തെ എല്ലാവരും പോയി ഓൾമോസ്റ്റ്. ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറായി. ഇപ്പൊ 4 മണിയായി സമയം. അവിടെ കാര്യമായിട്ട് ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുന്നു. അച്ഛാ പോവാൻ വെച്ചാ. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. നമ്മളിത് ഇവിടുന്ന് പോവാണ്ടാ. ഇനിയിപ്പോ അടുത്തതിനിടയിലുള്ള വേറെ തന്നെ സ്പോട്ട്. നേരത്തെ നമ്മൾ അവിടെ പോയായിരുന്നു. പക്ഷെ അപ്പൊ സമയമായില്ല. എന്താ 4 മണിക്ക് ശേഷം അങ്ങനെ എന്തോ 3 മണിക്ക് ശേഷം അങ്ങനെ എന്തോ ആണ് അവിടെ തുറക്കുന്നത്. അപ്പൊ ഇനി അവിടെ പോയിട്ടുണ്ട്. തലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുളിച്ചിട്ടില്ലാന്ന് തോന്നും. പക്ഷെ നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് ഗൈസ്. 1 മണിക്കൂറോളം ഞങ്ങൾ അതില് വെള്ളത്തില് ചാടി മറിഞ്ഞ് കുളിക്കായിരുന്നു. അപ്പൊ ഗൈസ് ഏതായാലും ഇനി അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട് കാണാട്ടോ. ഓക്കെ ബൈ.